ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞു. സാബുണ്ണൻ ഇന്നലെ സാബുണ്ണൻ കയറി, ഗസ്റ്റായിട്ട് കയറിയതാണ്. വേറെ ഒന്നുമില്ല, അത് ഗെയിമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അടുത്ത ആഴ്ച കഴിഞ്ഞ് കിടിലെ ഗെയിംസൊക്കെ വരികയാണ്. അപ്പോൾ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി പുള്ളി കയറ്റി വിട്ടതാ. ഒരു റോസ്റ്റിംഗ് പോലത്തെ പരിപാടിയാണ്. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ഒരു സംഭവമായിട്ടാണ് പുള്ളി പറഞ്ഞത്. കറക്റ്റായിട്ട് ഒരു റോസ്റ്റിംഗ് പോലത്തെ ഒരു പരിപാടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് എന്തു പറയാനാ, നൈസായിട്ട് പുള്ളി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഓവറായിട്ട് പുള്ളിയൊരു സംഭവമൊന്നും ഇല്ലെങ്കിലും പറയേണ്ട കാര്യങ്ങൾ ഒരു തൊട്ടും തലമുടിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? സാബുണ്ണൻ്റെ കാര്യം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്നിട്ട് അണ്ണൻ പറയണുണ്ട് ഓവറായിട്ട് പറയാത്തതാണെന്ന് പുള്ളി മറ്റേ സ്മോക്കിംഗ് ഏരിയ റൂമിൽ വന്നപ്പോൾ പറയുന്നുമുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അതിനുള്ള മറുപടി എല്ലാവരും തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അനീഷിനെ എല്ലാവരും ഇപ്പോൾ പൊക്കിയടിക്കണേ എനിക്ക് മനസ്സിലാവണില്ല. അയാളൊരു കാർഡിറക്കി കളിക്കുകയും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വിചാരം അയാൾ വലിയ ഗെയിമറാണെന്നാണ് വിചാരം. അനീഷ് കൊള്ളാം. ഇപ്പം അയാളെ കുറച്ച് ഫാൻസുകാർ ഇപ്പം മാസ് അല്ലെങ്കിൽ അയാളുടെ PR അതിന് അയാളുടെ ഫാൻസ് എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആൾക്കാർ അയാളെ പൊക്കി അടിക്കുകയും സാബോണ്ണം പൊളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ വേറൊരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു, മറ്റേ കഥ പറയണ ഒരു ടാസ്ക്. അതും നൈസായിരുന്നു. നെവിനും ആര്യനും സൂപ്പറായിരുന്നു. എനിക്ക് ഫേവറേറ്റായിട്ട് തോന്നിയ അവർ രണ്ടുപേരും തന്നെയാണ്. അതും കൊള്ളായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞ് സാബോണ്ണം വന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ.